ഒരു ശരാശരി മലയാളി ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയക്കാരേക്കാൾ ഉപരിയായിട്ട് സിനിമാക്കാരായിരിക്കും. ചെറിയൊരു സിനിമാ നടനോ നടിയോ ആയാൽ പോലും അവരെ കാണാനും അവരുടെ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഭയങ്കര തിരക്കും ഒക്കെയാണ്. നമ്മൾ ഭയങ്കര ആരാധനയാണ്. നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ്. ഈ ആരാധനയുടെ ഒരു എക്സ്ട്രീം ലെവലിലാണ് നമ്മൾ ചിലരൊക്കെ തിരക്കി അവരുടെ വീടിൻ്റെ വാതിക്കലൊക്കെ പോയിക്കും. വിജയൊക്കെ കാണാൻ ഇവിടുന്ന് ആൾക്കാർ നടന്നൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ആരാധന ഈ കലാകാരന്മാർക്കുണ്ട്. അത് നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇവർ സിനിമയിലൊക്കെ കാണുമ്പോൾ ചില കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഇവരെ നമ്മൾ എന്ത് നല്ല കഥാപാത്രങ്ങൾ, ചിലരെ കണ്ട് എന്ത് ഭയങ്കര വില്ലനാണ്, അല്ല വില്ലത്തിയാണ്. ചില അമ്മ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്നൊക്കെ ഇതുപോലൊരു അമ്മയെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, ചില നായികമാരെ കാണുമ്പോൾ ഇതുപോലെയുള്ള നായികമാർ ഭാര്യമാരായിട്ട് നമുക്ക് വന്നിരുന്നെങ്കിൽ. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ചായം പൂശുമ്പോൾ മാത്രമുള്ള, അഭിനയിക്കുമ്പോൾ മാത്രമുള്ള നന്മയുള്ളൂ. അല്ലാത്തടത്തോളം നമ്മളെക്കാരും തറയാണ്. ചിലതിൻ്റെയൊക്കെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കണം. ഈ സാധാരണ വീടുകളിൽ പോലും നടക്കാത്തടത്തുള്ള അത്രയും തല്ലിപ്പൊളികളാണ് മൊത്തം. ഒരെണ്ണമല്ല, എല്ലാം. ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം എന്നൊക്കെ പറയുന്ന, ദിലീപ് അങ്ങനെ പറയുന്ന വളരെ, ഈ ആസിഫ് അലി, പൃഥ്വിരാജ്, അങ്ങനെ വളരെ കുറച്ചെണ്ണത്തെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എണ്ണം തല്ലിപ്പൊളികളെന്ന് പറഞ്ഞാൽ ഈ തല്ലിപ്പൊളികളാണ്. ഓരോന്നിൻ്റെയൊക്കെ വായിൽ നിന്ന് വരുന്ന കേട്ടു നോക്ക്. നിൽക്കുകയാണ്. ഇതിന്റെ കാരണം ഈ സംഘടനയ്ക്ക് പുറത്തുള്ള ഒരാൾ പോലും അല്ല എന്നുള്ളത് ധൈര്യമായ ഒരു സത്യമാണ്. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് സംഘടനയുടെ പ്രശ്നമായിട്ട് ഈ ഭരണം വെച്ചിരിക്കുന്നു. രാവിലെ എന്റെ 2 മക്കളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് മാർക്കറ്റിൽ വന്ന് മീനും മരക്കറിയും വെള്ളപേശി മേടിച്ച് കുടുംബം നോക്കുന്നത് സാധാരണ സ്ത്രീയാണ്. ഞാൻ മാർക്കറ്റിൽ ചെന്ന് നിന്നു. മാർക്കറ്റിലുള്ളവർ എന്നോട് ഈ സാധനങ്ങളെയൊക്കെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇതുപോലെയുള്ള തല്ലിപ്പൊളി സാധനങ്ങളെയൊക്കെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇതൊക്കെ ഏതാണ് എന്താണ് നമ്മളെപ്പോലൊക്കെ. പക്ഷേ എന്താ ചെയ്യാനാ, ഈ കുമ്മായം ഇട്ട് വെളുത്ത് കിടക്കുന്നതല്ലാതെ ഇതിൻ്റെയൊക്കെ അകത്തെന്ന് പറയുന്നത്